പണ്ടൊക്കെ ഈ പ്രസവത്തിന് ശേഷമായിരുന്നു ഈ നടുവേദന കൂടുക. പക്ഷെ ഇപ്പോ ഗർഭം ധരിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഭയങ്കര നടുവേദനയാണ്. അത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ വേദന കൂടാൻ കാരണം ഈ ഇരിപ്പ് തന്നെയാണ്. നടത്തൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. പ്രഗ്നൻസിയിൽ വരുന്ന നടുവേദനയ്ക്ക് ചെറിയ ചെറിയ ചികിത്സകൾ കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടും. അവരെ കുറച്ച് പോസ്റ്റേഴ്സ് ഒന്ന് വ്യത്യാസപ്പെടുത്തുക, ഇരിക്കുന്ന സീറ്റ് മാറ്റുക, അതേപോലെ തന്നെ അവർക്ക് കുറച്ച് മരുന്നുകൾ കൊടുക്കുക, കുറച്ച് ഓയിൽസ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുക. അതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് വ്യത്യാസം വരും. ഈ പ്രഗ്നൻസി ടൈമിൽ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലതാ, അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നല്ലതാ. ആയുർവേദത്തിൽ എന്തൊക്കെ ബ്യൂട്ടി ടിപ്സ് ആണ് പറയാനുള്ളത്? ആയുർവേദത്തിൽ ഹോം റെമഡീസ് ചെയ്യാൻ പറ്റിയത് ഹോം റെമഡീസിനെക്കാട്ടിലും നല്ല ഭക്ഷണമാണ് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുക. കാരണം നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ നല്ലതായിരിക്കും. നല്ല ഡൈജഷൻ ഉണ്ടെങ്കിൽ ബ്ലഡിൻ്റെ ക്വാളിറ്റി നന്നാവും. ബ്ലഡ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നടുവേദന കൂടുതലാണ്, പോസ്റ്റ് പ്രഗ്നൻസിയിലും നടുവേദന കൂടുതലാണ്. പണ്ടൊക്കെ ഈ പ്രസവത്തിന് ശേഷമായിരുന്നു ഈ നടുവേദന കൂടുക. പക്ഷെ ഇപ്പോൾ ഗർഭം ധരിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഭയങ്കര നടുവേദനയാണ്. അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇതിന്റെ റീസൺ ഒക്കെ നമ്മുടെ പ്രഗ്നൻസിയിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നടന്ന് വർക്ക് ചെയ്യലല്ല ചെയ്യുന്നത്, എല്ലാവരും ഇരുന്നിട്ടുള്ള ജോബാണ് മിക്കവർക്കും. ഐ വുഡ് സേ മിക്കവർക്കും ഇരുന്നിട്ടുള്ള ജോലിയാണ്. ഈ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നടു അല്ലെങ്കിൽ നട്ടലിന് പ്രശ്നങ്ങളുണ്ടാവും. പ്രഗ്നൻസിയിൽ ഈ വളർന്നു വരുന്ന ഗർഭാശയം, നമ്മുടെ യൂട്രസ് വലുതാവുന്നതനുസരിച്ച് ലോ ബാക്കിലത്തെ സ്പൈനിലേക്ക് കംപ്രഷൻ വരും. അപ്പൊ അതും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നടുവേദന എക്സ്പെക്ട് ചെയ്യാം. മിക്കവർക്കും വരുന്നുണ്ട്. അതിന് പ്രഗ്നൻസിയിൽ വരുന്ന നടുവേദനയ്ക്ക് ചെറിയ ചെറിയ ചികിത്സകൾ കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടും. അവരെ കുറച്ച് പോസ്റ്റേഴ്സ് ഒന്ന് വ്യത്യാസപ്പെടുത്തുക, ഇരിക്കുന്ന സീറ്റ് മാറ്റുക, അതേപോലെ തന്നെ അവർക്ക് കുറച്ച് മരുന്നുകൾ കൊടുക്കുക, കുറച്ച് ഓയിൽസ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുക. അതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് വ്യത്യാസം വരും. ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ വേദന കൂടാൻ കാരണം ഈ ഇരിപ്പ് തന്നെയാണ്. നടത്തൊക്കെ ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. ഈ പ്രഗ്നൻസി ടൈമിൽ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലതാ, അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നല്ലതാ. കാരണം ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്നത് എപ്പോഴും നല്ലതാ. പ്രഗ്നൻസിയിൽ ബെഡ് റിഡൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുന്ന രീതിയിലോ അല്ല, പ്രഗ്നൻസിയിൽ ആക്റ്റീവ് ആയിട്ട് സേഫ് ആണെങ്കിൽ പ്രഗ്നൻസിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി വളരെ ആക്റ്റീവ് ആയിരിക്കുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. നമുക്ക് ഈ വേദപുരിയിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണുള്ളത്? ഞങ്ങളിവിടെ ഓർത്തോപെഡിക് റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നത്. ഓർത്തോപെഡിക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നട്ടല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക്, അതേപോലെ നേരത്തെ നമ്മൾ സംസാരിച്ച ഫ്രോസൺ ഷോൾഡർ, ടെന്നീസ് എൽബോ, മുട്ടിനെ സംബന്ധിച്ച് കാൽമുട്ടിനെ സംബന്ധിച്ച് വരുന്ന രോഗങ്ങൾ, അത് ലിഗമെന്റ് ടയർസ് ആവാം, മെനിസ്കൽ ഇഞ്ചുറി, തേയ്മാനം, അങ്ങനത്തെ രോഗങ്ങൾക്ക്, പിന്നെ ജനറലി വരുന്ന നമ്മുടെ കാൽപാദത്തിലെ വേദന, അങ്ങനെ ഓർത്തോപെഡിക് റിലേറ്റഡ് ഇഷ്യൂസിനാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ, സർജറി കഴിഞ്ഞ് അസ്ഥി സംബന്ധമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫാസ്റ്റർ റിക്കവറിക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രാക്ചറൊക്കെ കഴിഞ്ഞ് ഹീലിംഗ്, ഇപ്പോൾ ഫ്രാക്ചർ കഴിഞ്ഞ് നമ്മൾ കാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നാളെടുക്കും. ഒരാൾക്ക് കൈ ഫ്രാക്ചർ ചെയ്ത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ റീഗെയിൻ ചെയ്യാൻ ഒരുപാട് താമസം എടുക്കും. അപ്പം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാസ്റ്ററായിട്ട് നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റിഫ്നെസ് ഒക്കെ വേഗം മാറും. അതേപോലെ പ്രായമായിട്ടുള്ളവർക്ക് ജെറിയാട്രിക് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി നമുക്കിവിടെ ഉണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന ബലക്കുറവ്, ദേഹത്തിൻ്റെ ബലക്കുറവ്, മസിൽ ടോൺ അവർക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് തലകറക്കം പോലത്തെ പ്രശ്നങ്ങൾ, നട്ടലിൻ്റെ തേയ്മാനം, അതിനൊക്കെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പ്രത്യേക ചികിത്സകൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പെർഫോമിംഗ് ആർട്സ് മെഡിസിൻ. പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ്. പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പെർഫോമൻസിനെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അവരുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ളൊരു ചികിത്സാ സമ്പ്രദായം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് പോസ്റ്റ്നേറ്റൽ കെയർ ആണ്. പ്രസവാനന്തര പരിചര്യ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് ഓരോ പേഷ്യൻറ്റിനും അല്ലെങ്കിൽ ഓരോ ക്ലയൻറ്റിനും അവരുടെ ദേഹത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് മരുന്നുകളും ശുശ്രൂഷകളുമാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഏതൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ഈ ബ്യൂട്ടി ടിപ്സ് ആണ്. അപ്പോൾ ആയുർവേദത്തിൽ എന്തൊക്കെ ബ്യൂട്ടി ടിപ്സ് ആണ് പറയാനുള്ളത്? ആയുർവേദത്തിൽ ഹോം റെമഡീസ് ചെയ്യാൻ പറ്റിയത് ഹോം റെമഡീസിനെക്കാട്ടിലും നല്ല ഭക്ഷണമാണ് നമ്മുടെ
സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുക. കാരണം നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഡൈജഷൻ നല്ലതായിരിക്കും. നല്ല ഡൈജഷൻ ഉണ്ടെങ്കിൽ ബ്ലഡിൻ്റെ ക്വാളിറ്റി നന്നാവും. ബ്ലഡ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അത്രയും സിമ്പിളാണ്. പിന്നെ നമ്മുടെ നാച്ചുറൽ റെമഡീസ് ഇപ്പോൾ ജനറലൈസ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തർക്കും ഓരോന്ന് അലർജി ഉണ്ടാവും. മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്, രക്തചന്ദന അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, എന്നിട്ടും സ്കിന്നൊക്കെ നന്നാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്കത് നേരെയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ടോപ്പിക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോവുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, നല്ല ന്യൂട്രീഷൻസ് എടുക്കുക, നല്ല ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അത് എക്സാക്ട്ലി. അപ്പോൾ ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച ഡോക്ടർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.